നമസ്കാരം, ചെന്നൈയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് കൊൽക്കത്തയിലേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. അതും സ്ലീപ്പർ ക്ലാസ്സിലാണ് ഞങ്ങൾ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ കൊൽക്കത്തയിലേക്ക് പോകുന്ന ഒട്ടുമിക്ക ട്രെയിനിന്റെയും സ്ലീപ്പർ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് മോശമായിരിക്കും. കാരണം അൺറിസർവ്ഡ് ടിക്കറ്റും വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരൊക്കെ കൂട്ടത്തോടെ കയറി യാത്ര ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇപ്പോഴേ തന്നെ പറയുന്നില്ല. നമ്മൾ പോകുന്ന ട്രെയിൻ MGR ചെന്നൈ സെൻട്രലിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഹൗറയിലേക്ക് പോകുന്ന കൊറമാണ്ടൽ എക്സ്പ്രസിനാണ്. ഈ കൊറമാണ്ടൽ എക്സ്പ്രസിന്റെ കാര്യം പറയുമ്പോൾ ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഹൗറയിൽ നിന്നും MGR ചെന്നൈ സെൻട്രലിലേക്ക് വരുന്ന മെയിലായിട്ടാണ്. അത് രാവിലെ ഇവിടെ 3:20 ആകുമ്പോൾ എത്തേണ്ടതാണ്. ഇപ്പം 4:30 വണ്ടി ഇവിടെ ഇതിലായിട്ട് എത്തിയിട്ടില്ല. ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് എത്താൻ. ഈ വണ്ടി ഇപ്പോൾ ഇവിടെ ഇത്രയും ഡിലേ ആയിട്ട് എത്തിയതുകൊണ്ട് കൊറമാണ്ടൽ എക്സ്പ്രസ് റീഷെഡ്യൂൾ ചെയ്യുമോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ രാവിലെ തന്നെയുള്ള ഒരു കാഴ്ചയാണ്. ഇനി ഈ ഭാഗത്ത് തന്നെയാണ് സബർബൻ ടെർമിനലും വരുന്നത്. മെയിൽ ഇവിടത്തേക്ക് ഏകദേശം എത്താനായിട്ടാ 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ ആ വണ്ടി വരുന്ന കാഴ്ച നമുക്ക് ആദ്യം പോയി കാണാം. 1 മണിക്കൂർ 20 മിനിറ്റ് വൈകി ചെന്നൈ മെയിൽ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 5 കടന്നു വരികയാണ്. വിജയവാഡയുടെ WP7 ആണ്. കൊറമാണ്ടൽ എക്സ്പ്രസിന്റെ ആ ഒരു ബോർഡൊക്കെ കാണാം ഇതില്. മിനിയാന്ന് രാത്രി 11:45 ഈ വണ്ടി ഹൗറയിൽ നിന്ന് പുറപ്പെട്ടത്. ഇനിയിപ്പോൾ ഇവിടെ വളരെ കുറച്ച് സമയം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ക്ലീനിങ് ഒക്കെ എന്താവുമെന്ന് കൂടുതൽ പറയുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ സ്റ്റേഷന്റെ പേരുള്ള സ്റ്റേഷൻ ഇതാണ്. പുരട്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. 5 മണിയായപ്പോ അഹമ്മദാബാദ് ചെന്നൈ നവജീവൻ എക്സ്പ്രസ് ആണിത്. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ലെജൻഡറി വണ്ടിയാണ്. ഞങ്ങൾ ഇതുവരെയായിട്ടും ഇതിൽ യാത്ര ചെയ്തിട്ടില്ല. 5:20 ഇപ്പോ പുറകിലത്തെ ജനറൽ കയറാനുള്ള ആൾക്കാരുടെ ക്യൂ ആണിത്. ഇത് നേരത്തെ തന്നെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങി. ആൾക്കാർ നിലത്തിരിക്കുകയാണ്. ഇപ്പോ മുമ്പിൽ വേറെ ക്യൂ ഉണ്ട് കേട്ടോ. ക്യൂ നിന്നാൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ട്രെയിൻ ഇപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെ ട്രെയിനിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇത് 1 സൈഡ് ബോർഡ് മാത്രമേ ഉള്ളൂ. 128-39 ചെന്നൈ മെയിലിൻ്റെ നമ്പറും 128-42 കൊറമാണ്ടൽ എക്സ്പ്രസിൻ്റെ നമ്പറുമാണ് കേട്ടോ. 5:40 ക്യൂ വഴി തന്നെ കോച്ചിലേക്ക് ഇതാ ആൾക്കാരെ കയറ്റുകയാണ്. RPF നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ. സ്ലീപ്പർ ക്ലാസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ്, S4. അപ്പോൾ ഇതിൻ്റെ അകത്തെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് പതിയെ കയറാം. ഈ ഒരു ബോർഡ് ഇളകി താഴെ വീഴുമോ? എല്ലാ കോച്ചിലേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. നമ്മുടെ കോച്ചിൻ്റെ ഇവിടെ കറിയൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടുന്ന് വെള്ളമൊഴിച്ച് വൃത്തിയാക്കും. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് വലിയ തോതിലുള്ള ക്ലീനിങ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഇതാക്കും. കൊൽക്കത്ത സൈഡിൽ നിന്നായിരിക്കും നല്ലൊരു ക്ലീനിങ് ഉണ്ടാവുക. രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് വാങ്ങി. എന്നാൽ പിന്നെ കോച്ചിലേക്ക് നമുക്ക് തന്നെ കയറിയേക്കാം. ഇതിൽ ബെർത്ത് വരുന്നത് 15-16 ആണ്. ഈ ഒരു സൈഡ് അപ്പുറം സൈഡ് ലോവറും പേര് ഇവിടെ ക്ലീനൊക്കെ ചെയ്ത് പോയതേ ഉള്ളൂ. സൈഡ് ലോവറിന് അത്യാവശ്യത്തിന് നല്ല വീതിയുണ്ട്. പിന്നെ വിൻഡോന്റെ ഇവിടെ ഒന്നും ചാർജിങ് പോയിന്റ് ഇല്ല. അല്ലെങ്കിൽ ഒരു സൈഡ് അപ്പറിലാണുള്ളത്. ഈ ട്രെയിനിൽ ഇപ്പൊ തിരക്കായി വരുന്നതേ ഉള്ളൂ. മേട്ടുപ്പാളയത്ത് നിന്ന് ചെന്നൈയിലേക്ക് വരുന്ന നീലഗിരി എക്സ്പ്രസ് ഇല്ലേ, അതിൽ കുറെ ആൾക്കാർ കോയമ്പത്തൂരിന്നും തിരുപ്പൂരിന്നും ഈറോഡിൽ നിന്നൊക്കെ കയറിയിട്ട് തിരികേറാൻ വരും. അതിനെക്കാട്ടി തിരക്കുള്ള മറ്റൊരു ട്രെയിൻ ഉണ്ട്. മംഗളൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുന്ന മെയിലില്ലേ, അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരിക. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ കൊറമാണ്ടൽ എക്സ്പ്രസ്സിൽ കൊൽക്കത്തയിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കോച്ചിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും വന്നത് മെയിലായിരുന്നു. ചെന്നൈയിൽ നിന്നും രാവിലെ 6 മണിക്ക് മൈസൂരുവിലേക്ക് പോകുന്ന ശതാബ്ദി. ഇതിനു മുന്നേ വന്ദേ ഭാരത് എടുത്ത് പോയതേ ഉള്ളൂ.
രാവിലെ കഴിക്കാനായിട്ട് വാങ്ങിച്ചത് ഇഡ്ഡലി വടയാണ്. 3 ഇഡ്ഡലി ഉണ്ട്, ഒരു വടയുണ്ട്, ഇത് സാമ്പാറാണ്, ഇത് ചട്നിയാണ്. ഈ ഒരു സെറ്റിന് 50 രൂപയാണ് ആയത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പം ബെർത്തിൽ അതിൻ്റെ വേസ്റ്റൊക്കെ ആവുമല്ലോ, അത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു കോറമാൻഡൽ എക്സ്പ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യം നടുങ്ങിയ ഒരു തീവണ്ടി ദുരന്തം ഉണ്ടായത് ഈ ഒരു ട്രെയിൻ തന്നെയാണ്. അതായത് 3 വർഷം മുന്നേ 2023 ജൂൺ 2-നാണ് ആ ഒരു ദുരന്തം ഉണ്ടായത്. അതിന്റെ കാര്യം പറയുവാണെങ്കിൽ അന്ന് ഈ ട്രെയിൻ ഹൗറയിൽ നിന്നല്ല ഷാലിമാർ എന്നാണ് സർവീസ് ഉണ്ടായത്. വൈകിട്ട് ജൂൺ 2-ന് പുറപ്പെട്ട വണ്ടി ഒഡീഷയിലെ ബലാസോറിനും അതുപോലെ തന്നെ ഭദ്രകിനിടയിൽ ബഹനഗ എന്ന് പറഞ്ഞ ബസാർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്. അവിടെ എത്തുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അപകടകാരം എന്ന് പറഞ്ഞാൽ സിഗ്നലിലത്തെ പിഴവ് തന്നെയാണ്. ഈ വണ്ടി പോകേണ്ടത് മെയിൻ ലൈൻ വഴിയാണ്. അപ്പോൾ സിഗ്നലിന്റെ പിഴവ് കാരണം അത് തെറ്റായിട്ട് കൊടുത്തതുകൊണ്ട് നേരെ ലൂപ്പ് ലൈനിലേക്ക് കയറി. ലൂപ്പ് ലൈനിൽ അന്ന് ഒരു ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു, അതിലേക്കാണ് വണ്ടി ഇടിച്ചു കയറിയത്. അപ്പം ട്രെയിനിൽ കൂടുതൽ അപകടം വരാൻ വേണ്ടി വേറൊരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇടിച്ചു കയറിയ സമയത്ത് ഈ കോറമാൻഡൽ എക്സ്പ്രസ് പാളം തെറ്റിയ സമയത്ത് എന്താ പറയാ, എതിർദിശയിലെ അതായത് നമ്മുടെ ആ ഒരു ബാംഗ്ലൂർ ഭാഗത്തുനിന്ന് SMBT ആർന്ന് സർവീസ് ഉണ്ടായ ഒരു വണ്ടിയുണ്ട് ഔറയിലേക്ക് സൂപ്പർ ഫാസ്റ്റ്, അതിലേക്ക് ഇടിച്ചു കയറുകയും അതാണ് കൂടുതൽ അപകടം സാധ്യത വർദ്ധിപ്പിച്ചത്. ഏതാണ്ട് 300ഓളം ആൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 1000 ആളുകൾക്ക് അതിന്റെ മേലെ ആളുകൾക്ക് പരിക്കും പറ്റി. പക്ഷേ ഈ കോറമാൻഡലിന്റെ കാര്യം പറയുമ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് 1984 ഇതേപോലെ ഒഡീഷയിലത്തെ ബ്രഹ്മപൂരിനടുത്ത് ഈ ട്രെയിൻ പാളം തെറ്റിയുണ്ടായി. അന്ന് ഏതാണ്ട് 16 പേരാണ് മരിച്ചത്. പിന്നെ 1997 ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ 2 കോറമാൻഡൽ അപ്പ് ആൻഡ് ഡൗൺ കോറമാൻഡൽ എക്സ്പ്രസ് കൂട്ടിയിടിക്കുകയുണ്ടായി. അതായത് അത് വരുന്നത് ഇത് ഒഡീഷയിലത്തെ നമ്മുടെ ബലാസോറിന്റെയും അതുപോലെ തന്നെ ബ്രഹ്മപുരം ആ ഒരു സെക്ഷൻ ഏതാണ്ട് ആ ഒരു ഭാഗത്താണ് ഉണ്ടായത്. എപ്പോഴും ആ സെക്ഷൻ തന്നെയാണ് അപകടം. അന്ന് 75 പേരാണ് മരിച്ചത്. പിന്നീട് 1999 ഒരു നദിയിലേക്ക് അത് ശരിക്കും വരുന്നത് ദുസി എന്ന് പറയുന്ന സ്ഥലമാണ്. അത് ഈ വിജയനഗരം പോകുന്ന വഴി ആന്ധ്രാപ്രദേശ് ഒഡീഷ ഭാഗത്താണ്. ട്രെയിൻ മറിയുണ്ടായി. എന്നിട്ട് ഏതാണ്ട് ഒരു 50ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. പിന്നീട് 2009 പാളം തെറ്റിയിട്ട് അത് ഭുവനേശ്വറിൽ 100 കിലോമീറ്റർ മാറിയിട്ട് അന്ന് 15 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സിഡന്റുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായ ഒരു ട്രെയിനാണ് ഈ കോറമാൻഡൽ എക്സ്പ്രസിന്റെ ലോക്കോമോട്ടീവ് വിജയവാഡന്റെ WP7 ആണ്. പിന്നെ ഇതിന് ലോക്കോ റിവേഴ്സൽ ഉണ്ട് വിശാഖപട്ടണത്ത് നിന്ന്. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ചെന്നൈന്ന് വണ്ടി എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് 292 കിലോമീറ്റർ കഴിഞ്ഞാണ് ഓങ്കോൾ. ചിലപ്പോൾ അതിനിടയിൽ കുടൂരിൽ ചവിട്ടിയേക്കാം. MGR ചെന്നൈ സെൻട്രലിനോട് ഇതാ ഇവിടെ പറയുകയാണ്. ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ഇതിൻ്റെ വേഗതയും സ്റ്റോപ്പ് കുറവും. കൊൽക്കത്തയിലേക്ക് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ ഇവിടത്തേക്ക് മറ്റൊരു വണ്ടി കൂടെ കടന്നു വരുന്നത് കാണാം. ട്രാക്കിലേക്ക് വേസ്റ്റൊക്കെ എറിയുന്നുണ്ട്. ഇത് കോയമ്പത്തൂർ ചെന്നൈ ചേരൻ എക്സ്പ്രസ്. ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ. ഇനി ഇവിടെ തന്നെ ഇതാ ചെറിയൊരു കോവിലൊക്കെ കാണാം. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലും പ്ലാറ്റ്ഫോമിൽ തന്നെ ചെറിയൊരു കോവിലൊക്കെ ഉണ്ടാവും. നമ്മളിനിപ്പോൾ ഇവിടുന്ന് നേരെ ടേൺ ചെയ്യും സുലൂരുപേട്ട ലൈനിലേക്ക്. അത് നേരെ ജോളാർപേട്ടൈ അങ്ങനെ പോകുന്ന ആ ഒരു ലൈനാണ്. കോച്ചിൻ്റെ അകത്തൂടെ ഇഷ്ടം പോലെ ചെക്കർമാർ തലങ്ങും വിലങ്ങുമായിട്ട് പോകുന്നുണ്ട്. DT വന്നിട്ട് ചെക്കൊന്നും ചെയ്തിട്ടില്ല. ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. കുറേ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അവർക്കൊക്കെ ഫൈൻ കൊടുക്കും, ഇറക്കി വിടുകയൊന്നുമില്ല ഇതിൻ്റെ അകത്ത് തന്നെ. അതായത് ഒരു ബെർത്തിൽ 2, 3, 4 ആൾക്കാർ വരെ പോകും. ഈ സൈഡിൽ ഓവർ ബെർത്തില്ലേ, നവി ഇപ്പൊ പൊക്കി വെക്കാൻ നോക്കിയതാണ്. പക്ഷെ അവിടെ അതിന്റെ ഹുക്കൊന്നും കാണുന്നില്ല അല്ലേ, എല്ലാം പൊട്ടിച്ച് കളഞ്ഞെന്ന് തോന്നുന്നല്ലേ നവി? ഇവിടെ ഇല്ല, മനുവിന്റെ ഭാഗത്തുമില്ല. അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞാണ്, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം വെച്ചാല് ഇനിയിപ്പോ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം വരെ 2 കാലും അങ്ങ് നീട്ടിയിരിക്കേണ്ടി വരും. പക്ഷെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ, ഇതുവരെ ഇല്ല. അങ്ങനെ നമ്മുടെ കോച്ചിന്റെ അകത്ത് TT ചെക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഒരു സ്റ്റേഷൻ പിന്നിടുകയാണ്. 120 ഇപ്പോഴത്തെ വേഗത. നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിൽ കയറി.
കൊറമാണ്ടൽ എക്സ്പ്രസിന്റെ സ്പീഡ് എവിടെയാണെന്നറിയോ? ആ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ ബലേശ്വർ ആ ഒരു ഏരിയ, ബഹനാഗ ബസാർ, അവിടെ ഇത് 130 തന്നെ കയറും. ഇപ്പൊ അതാ 122 123. ഇതിപ്പം 130 കയറുന്ന ഒരു ഇത് കാണുന്നുണ്ട്. 125. ഇതിപ്പോ 130 ഇപ്പൊ പോകുന്നത്. ആ സ്പീഡ് കയറുന്നത് കാണാൻ നല്ല രസമാണ്. ഇപ്പൊ 130 ആവാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. 130 കണ്ട 130. രാവിലെ ഞങ്ങൾ ഇന്ന് 3 മണിക്കാണ് ഉറങ്ങി എഴുന്നേറ്റത്. നേരത്തെ തന്നെ ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട് നവീനിതാ ഇവിടെ ഉറങ്ങാണ്. ഞാൻ കുറച്ചു നേരം ഉറങ്ങി, ഇനിയിപ്പോൾ ഇവൻ കുറച്ചു നേരം ഉറങ്ങട്ടെ. ട്രെയിൻ ഇപ്പോൾ ഗുഡൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ ഗുഡ്സ് ട്രെയിൻ വരുന്ന ലൈനില്ലേ, അത് റണിഗുണ്ട തിരുപ്പതി ലൈനാണ്. ഗുഡൂരിൽ നിർത്തുമോ നോക്കാം. ഞങ്ങൾ 2 വർഷം മുന്നേ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റോപ്പില്ലാത്ത പല ട്രെയിനുകളും ഇവിടെ നിർത്താറുണ്ട്. 9-2 ഗുഡൂർ ജംഗ്ഷൻ. ഇവർക്കൊക്കെ അറിയാം ഈ വണ്ടി ഇവിടെ നിർത്തുന്നു. വിൽക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ കാണാം. അങ്ങനെ ഇവിടെ വണ്ടി നിർത്തി. ഇവിടെ ഇങ്ങനെ എപ്പോഴും വണ്ടി നിർത്തുവാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് കൊടുക്കാമായിരുന്നു. ഒന്നെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് ക്രൂ ചേഞ്ച് ഉണ്ടാകാം. ഇപ്പം ഇത്ര ഓടി വന്നല്ലോ. സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്നവരൊക്കെ കാണാം ഇവിടെ. ട്രെയിൻ ഇപ്പോൾ നെല്ലൂർ സ്റ്റേഷൻ പിന്നിടുകയാണ്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നദിയുണ്ട്, ചെന്ന. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. അലക്കി ഉണങ്ങാനിട്ടതാണോ? ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ. പിന്നെ അങ്ങ് അതിലൂടെയാണ് റോഡ് പോകുന്നത്. ഈ ഭാഗത്ത് കൂടുതലും മണല് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ശക്തമായ കാറ്റാണ്. ഇവിടെ ഒന്നും മഴയേയില്ല, എന്നാൽ വെയിലുമില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ഓങ്കോൾ എത്തുന്നതിന് മുന്നേ ആരോ ചെയിൻ വലിച്ചു. പെട്ടെന്ന് വണ്ടി നിർത്തി. ഏകദേശം അത് ക്ലിയറായെന്നാ തോന്നുന്നത്. ഇതൊക്കെ സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ് കേട്ടോ. അങ്ങ് അവിടെ ഒരു കുറ്റി കാണുന്നില്ലേ, അവിടെ വരെയാണ് റെയിൽവേക്ക് സ്ഥലമില്ലത്. നിങ്ങളിങ്ങനെ ട്രെയിനിൽ യാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ കുറ്റി കാണും. ഓരോരോ സോണിൻ്റെ പേരാണ് അവിടെ ഉണ്ടാവുക. ചിലപ്പോൾ IR ഇന്ത്യൻ റെയിൽവേന്ന് മാത്രമായിട്ടുണ്ടാവും. അവിടെയും ഒരു കുറ്റിയൊക്കെ കാണാം. ബാക്കി പിന്നെ അങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കാം.
ചെന്നൈ വിട്ടതിന് ശേഷം ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ഓങ്കോൾ 11:14. ഇവിടുന്ന് അൺറിസർവ്ഡിലേക്ക് കയറാൻ തിരക്കുണ്ട്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ കോച്ചിൻ്റെ അകത്ത് വലിയൊരു തിരക്കൊന്നുമില്ല. കുറച്ച് വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരൊക്കെ ഓരോരോ ബെർത്തിൽ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് കോച്ചിൻ്റെ അകത്തെ കാഴ്ച അധികം പകർത്താതിരിക്കുന്നത്. കാരണം എല്ലാവരും ഫേസ് ഇങ്ങനെ കാണിക്കണ്ടേ. പിന്നെ കൊറമാണ്ടലിൻ്റെ ആയാലും ഞാൻ ബംഗാളിലേക്ക് പോകുന്ന വണ്ടീൻ്റെ കാര്യം പറഞ്ഞില്ലേ, സ്ലീപ്പർ ക്ലാസ്സിൻ്റെ കാര്യം. അതായത് പേപ്പർ ടിക്കറ്റ് എടുക്കും, എന്നിട്ട് അത് കൺഫേം ആയില്ലെങ്കിൽ അത് ക്യാൻസലാക്കാൻ ആരും പോവില്ല. അതേ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ട്രെയിനിൽ കയറും. ചെക്കറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഫൈൻ എമൗണ്ട് മാത്രം കൊടുത്തിട്ട് അവർ ഈ കോച്ചിൽ തന്നെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ റിസർവേഷൻ ചെയ്ത് പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ബെർത്ത് നിന്ന് ഇപ്പോൾ എഴുന്നേറ്റില്ല, ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ തന്നെ ഇനിയിപ്പോൾ തിരിച്ച് അവിടെ പോകുമ്പം അവിടെ ആരെങ്കിലും ഉണ്ടാവും. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എൻ്റെ സീറ്റാണ്, എൻ്റെ ബെർത്താണെന്ന് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് വേണം അവിടെ ഇരിക്കാൻ. ഞങ്ങളുടെ സൈഡ് അപ്പറിലേക്കല്ലോ ഒരാൾ കയറി കിടക്കാനൊക്കെ പോയി. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ബെർത്താണ്. അത് കേൾക്കുന്നില്ല, ചിലരൊന്നും അത് കേൾക്കൂല. ചിലർക്ക് നമ്മളെന്തോ അവരെ ഇത് പറയുന്നത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി നമ്മളെയൊക്കെ പേടിപ്പിക്കാനൊക്കെ നിൽക്കും. അങ്ങനെ ഓങ്കോളിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ളത് വിജയവാഡയാണ്. 139 കിലോമീറ്റർ കഴിയണം. ഇവിടുന്ന് നമ്മുടെ ഈ ഒരു കോച്ചിലേക്കൊന്നും അധികം ആൾക്കാരൊന്നും കയറാനുണ്ടായിരുന്നില്ല. കാരണം ഇതിൽ ഓൾറെഡി ചെന്നൈയിൽ തന്നെ ആൾക്കാർ കയറി. ട്രെയിൻ യാത്രയിൽ കഴിക്കാനായിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് ചിപ്സും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ വറുത്തിട്ട് കുറച്ച് നിലക്കടലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. നിലക്കടല കുറച്ച് നല്ലോണം ഉണ്ട് കേട്ടോ, കാരണം ഇത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു നിലക്കടലയാണ് ഇപ്പോൾ കഴിക്കുന്നത്. കാരണം ഇത് ഏകദേശം ഒരാഴ്ചയോളം എന്തായാലും നിൽക്കും. ഈ ട്രെയിൻ വൃത്തികേടാക്കുന്നത് അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ തന്നെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ കടല കഴിച്ചാൽ അതിൻ്റെ ഈ ഒരു പേസ്റ്റ് ഇല്ലേ, അത് ഈ സീറ്റിൻ്റെ അടിയിലേക്കൊക്കെ ഇടും. അതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഈ ഒരു പേപ്പറിൽ കഴിച്ചിട്ട് അത് കളഞ്ഞിട്ട് നേരെ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുന്നതല്ലേ ഏറ്റവും നല്ലത്. വിജയവാഡയിലേക്ക് ഒരു 12 കിലോമീറ്റർ കൂടി ഉണ്ടേ. ട്രെയിൻ ഇതാ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഈ ആന്ധ്ര തമിഴ്നാട് ഭാഗം വഴിയൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നെൽപ്പാടാണ് കൂടുതലായിട്ട് കാണാനായി സാധിക്കുക. ആ മുൻഭാഗത്തേക്ക് നെൽപ്പാടം തന്നെയാണ്. ഈ ട്രെയിനിൽ കൊൽക്കത്തയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിനെക്കാട്ടി നല്ലത് AC തന്നെയാണ്. ഞങ്ങൾ 2 വർഷം മുന്നേ പോയ സമയത്ത് 3rd AC ആയിരുന്നു എടുത്തത്. അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നദിയിലേക്ക് നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിർത്തുന്ന തോന്നുന്നത്. നമ്മളിപ്പോൾ പുറകിലാണല്ലോ. ഇതിലൂടെ ഒരു റോഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഈ താഴെ ഭാഗത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ എന്തോ പണി നടക്കുക. വൈകുന്നേരമൊക്കെ വന്ന് നടക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട് ഇപ്പോൾ. മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ടോട്ടലി 3 ലൈൻ ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് കാണാമല്ലോ. ഇതങ്ങ് അതിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. വളരെ ദൂരത്താണത്. ഇവിടെ മണലാണ്. ഈ ഏരിയയിലാണ് വെള്ളമുള്ളത്. അതിൻ്റെ അറ്റത്ത് വരെ ബൈക്കൊക്കെ കൊണ്ടുപോയി നിർത്തിയത് കാണാം. അവിടെ ഞങ്ങൾ പെരുമഴക്കാലത്ത് ഇതിലൂടെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതിലത്തെ വെള്ളത്തിൻ്റെ ഒരു കാഴ്ചയൊക്കെ കാണണം, പേടിയാവും. ഇതും അതുപോലെ തന്നെ നമ്മളിനിപ്പോൾ ഗോദാവരി നദിയും കാണും. അതും അതുപോലെ തന്നെ പേടിയാവും മഴക്കാലത്ത്. നല്ല കലക്ക് വെള്ളം ഉണ്ടാവുക. ഇവിടെ മാത്രമാണ് ഇപ്പോൾ വെള്ളം ഉള്ളത്. ഇതിലൂടെ ഒരു ട്രെയിൻ പോകുന്നത് കാണാം.
അങ്ങ് ദൂരെയായി ഒരു ക്ഷേത്രം കാണാം. എവിടെയാണത്? ഈ യാത്രയിൽ തന്നെ ഞങ്ങൾ വിജയവാഡ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇതുവഴി ട്രെയിനിൽ കടന്നു പോകുന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ട് സിറ്റിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. 1:30 ട്രെയിൻ ഇതാ വിജയവാഡ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് കേട്ടോ വരുന്നത്. ഇന്റർസിറ്റി എക്സ്പ്രസ്. മെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് വണ്ടി വരുന്നത്. എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഇവിടുന്ന് ഇനിയിപ്പോൾ വാട്ടറിംഗ് ഒക്കെ ഉണ്ടാവും, കാരണം ഇത്രയും ലോങ്ങൊന്നും ഓടി വന്നതല്ലേ. 10 മിനിറ്റ് ഉണ്ട് ഇവിടെ ട്രെയിൻ സ്റ്റോപ്പ്. സ്ലീപ്പർ ക്ലാസ്സിൻ്റെ വിൻഡോൻ്റെ ഭാഗത്തൊക്കെ കൈ വെക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ട ഇതൊക്കെ മുഴുവനും ചവച്ച് തുപ്പിയതിൻ്റെ ആ ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും പിന്നെ കഴുകി വൃത്തിയാക്കൂലല്ലോ. അങ്ങനെ വിജയവാഡയിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടാ. ഇവിടുന്ന് കുറേ ആൾക്കാർ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറി. ഇപ്പം ബർത്തിൽ 1ഉം 2ഉം ആൾക്കാരൊക്കെയാണ് കയറിയിരിക്കുന്നത്. ഈ 1ഉം 2ഉം ഉള്ളത് ഇനി ഒക്കെ കൂടാൻ സാധ്യതയുള്ളൂ. വിശാഖപട്ടണത്തിൽ നിന്ന് നല്ല തിരക്ക് വരും എന്തായാലും. ഒരു സ്റ്റേഷൻ കിട്ടുകയാണ്. 130 നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പം തന്നെ നല്ലൊരു മഴയും കൂടെ പെയ്യും. പിന്നെ നമ്മുടെ സീറ്റിൽ ഒരു ചേട്ടനും കൂടെ വന്നിരുന്നു കേട്ടോ. അപ്പം 3 ആളാണ് ഈ ഒരു ലോവറിൽ. 2:35 ട്രെയിൻ ഇപ്പോൾ എലൂരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. നേരത്തെ നല്ല മഴയായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ വീണ്ടും വെയിലായി. കോറമാണ്ടൽ എക്സ്പ്രസിന്റെ ആക്സിഡന്റിനെ പറ്റി പറഞ്ഞില്ലേ ബഹാനഗ ബസാറിൽ? അന്ന് ഇതേപോലെ ലൂപ്പിൽ കിടന്ന ഒരു ഗുഡ്സ് ട്രെയിനെയാണ് ഇടിച്ച് ആക്സിഡന്റ് ആയത്. മഴ പെയ്ത് പോയതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണിത്. നെൽപ്പാടാണിത്. തെങ്ങുകളും കാണാം. ഇത് കുറേ ഭാഗത്തായിട്ടുണ്ട് കേട്ടോ, ഏക്കർ കണക്കിനുണ്ട്. ട്രെയിൻ ഇപ്പോൾ തടപ്പല്ലിക്കുടം എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടേക്ക് 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആവേശത്തിലാണ് കോറമാണ്ടൽ എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ ക്ലാസ് ഒക്കെ ബുക്ക് ചെയ്തത്. മടുത്തു എന്ന് തന്നെ പറയാം. കാരണം കുറേ ആൾക്കാരുണ്ടല്ലോ, ചെറിയ കുട്ടികളെ അടക്കം എടുത്തിട്ടാണ് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് ഇതിലേക്ക് ഇപ്പോൾ കയറുന്നുണ്ട് വിജയവാഡയ്ക്ക് ശേഷം. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും ചിത്രീകരിക്കാൻ പറ്റില്ല, കാരണം കൊച്ചു കുട്ടികളടക്കമല്ലേ. പിന്നെ ഇനിയിപ്പോൾ ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് 1977 മാർച്ച് മാസത്തിലാണ്. ആ ഓടിത്തുടങ്ങിയ സമയത്തൊക്കെ ഇത് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കോവിഡ് സമയത്താണ് ഈ വണ്ടി ഷാലിമറിലേക്ക് മാറ്റിയത്. ആ ഒരു സമയത്ത്, അതായത് 2 വർഷം മുന്നേ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഷാലിമറിലേക്കായിരുന്നു വണ്ടി പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിപ്പോൾ വീണ്ടും ഹൗറയിലേക്കാക്കി. ഈ ട്രെയിനിൻ്റെ പേര് കോറമാണ്ടൽ തന്നെയാണല്ലോ. തെക്ക് കിഴക്കൻ തീരദേശം വഴിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. അതിനെ കോറമാണ്ടൽ തീരെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ട്രെയിന് കോറമാണ്ടൽ എന്നൊരു പേര് കിട്ടിയത്. ഗോദാവരി ഇതാ ഇവിടുന്ന് കിടക്കുകയാണ്. ഇത് ഗോദാവരി ആർച്ച് ബ്രിഡ്ജാണ്. റെയിൽക്കം റോഡ് ബ്രിഡ്ജ് രാജമണ്ഡ്രിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്താണ്. ഇതിന് 2.7 കിലോമീറ്ററാണ് ആകെ നീളം. കൃഷ്ണ നദിയിൽ കണ്ട പോലെയല്ല ഇവിടെ. ജമ്മു നല്ല രീതിയിൽ തന്നെ ഇവിടെ വെള്ളമുണ്ട്. റെയിൽക്കം റോഡ് ബ്രിഡ്ജാണ് കുറച്ചും കൂടെ അടിപൊളി കാണാൻ.
നദിയുടെ നടുഭാഗത്ത് ഇങ്ങനൊരു ദ്വീപൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് എന്തായാലും വെള്ളം കയറും, സ്വാഭാവികമായിട്ടും അവരവിടുന്ന് മാറി താമസിക്കും. ഈ നദി കടന്നെത്തുന്നത് രാജമണ്ഡ്രിയിലാണ്. പാലത്തിന്റെ ഇവിടെ തന്നെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ കറക്റ്റ് നടുഭാഗത്തെത്തി. ഇവിടത്തേക്കോ പണികളൊക്കെ നടക്കുന്നുണ്ട്. MGR ചെന്നൈ സെൻട്രലിൽ നിന്നും 580 കിലോമീറ്റർ യാത്ര ചെയ്ത ട്രെയിൻ ഇതാ രാജമണ്ഡ്രി സ്റ്റേഷനിലെത്തി. 4:20 ഇവിടുന്ന് അൺറിസർവ്ഡിൽ കയറാനുള്ള തിരക്കണ്ട, ഇനി സ്പേസ് ഇല്ല. ഈ ട്രെയിൻ ഭുവനേശ്വർ കട്ടക്ക് വഴി തന്നെയാണ് പോവുക. ഞാൻ വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വിശാഖപട്ടണത്ത് എത്തിയിട്ട് ഇതിന് ലോക്കോ റിവേഴ്സലുണ്ട്. പിന്നെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം. ടോയ്ലറ്റൊക്കെ വൻ ഷോക്കായിരുന്നു കേട്ടോ. പ്രോപ്പർ ക്ലീനിങ് ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെയാണ്. രാജമണ്ഡ്രി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇതാണ്. സ്റ്റേഷന്റെ പ്രധാന ഭാഗമൊക്കെ ഇത് തന്നെയാണ്. വെസ്റ്റ് ടെർമിനൽ 1 എന്നൊക്കെ എഴുതി കാണാം. ആ സ്റ്റേഷന്റെ പേര് രാജമണ്ഡ്രി എന്നാണെങ്കിലും സ്ഥലത്തിന്റെ പേര് വേറെയാണ്, രാജമഹേന്ദ്രവരം എന്നാണ്. ഇവിടെ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ. നമ്മളിന്ന് യാത്ര ചെയ്ത കോറമാണ്ടൽ എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 385 രൂപയാണ്. ശരിക്കും ഈ ട്രെയിനിന്റെ ഒക്കെ സ്ലീപ്പർ ക്ലാസ്സിൽ കൊൽക്കത്ത വരെ യാത്ര ചെയ്യുന്നവർ സമ്മതിക്കണം. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ്, അതായത് ബെർത്തുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ സീറ്റിൽ വേറെ ആളിരിക്കും. അവരോട് പറഞ്ഞ് സംസാരിച്ച് ആ സീറ്റ് വീണ്ടും തിരിച്ചു വാങ്ങിക്കണമെങ്കിൽ തന്നെ സമയം കുറെ പോകുമല്ലോ നവി. നമുക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഇപ്പൊ തന്നെ മനുവായിൽ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഡോറിന്റെ ഭാഗത്തേക്ക് പോകുമല്ലോ, തിരിച്ചു വരുമ്പോൾ ബായ് ഇതെന്റെ സ്ഥലമാണ് മാറണം പറഞ്ഞ പോലും മാറി തരുന്നില്ല. അതെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. വിജയവാഡയ്ക്ക് ശേഷം പച്ചക്ക് പറയുകയാണെങ്കിൽ തന്നെ TT ആയാലും നിർമ്മച്ചൊക്കെയും ജനറൽ ടിക്കറ്റ് കാണുമല്ലോ, ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ജനറൽ ടിക്കറ്റ് കണ്ടാൽ നോക്കും, ഇരുന്നോ ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ റിസർവേഷനൊക്കെ ചെയ്തു പോകുന്ന നമ്മുടെ ഒരു അവസ്ഥ ആലോചിക്കുക. അത് തന്നെയാണ് ഇതേപോലെ ബംഗാളിലൊക്കെ പോകുന്ന ട്രെയിനുകളുടെ അവസ്ഥ. വേറൊരു കാര്യമുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ ഒന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. നമ്മൾ അങ്ങനെ ഈ എന്താ പറയുക, കുറച്ച് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇല്ലാത്തൊരു സമയത്ത് മാത്രമേ ഉള്ളൂ. ട്രെയിനൊക്കെ എപ്പോഴും തന്നെയാണ് അവസ്ഥ. ഇനിയിപ്പം ഈ ഒരു രാജമണ്ഡ്രിന്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കോറമാണ്ടൽ എക്സ്പ്രസിന്റെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മാരസനോട് ബൈ.